ഹലോ മക്കളേസ്, വെൽക്കം ബാക്ക് ടു എജുമി SLC. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹീറ്റ് കണ്ടെത്താനുള്ള കുറേ ഇക്വേഷൻസും അതുമായി കുറേ കണക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു അല്ലേ. സോ നമ്മളിനി പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കിലേക്കാണ്. ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ വൈദ്യുത പവർ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ്. ഇത് നമ്മൾ 9 മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലൊക്കെ നിങ്ങൾ എന്താണ് പവർ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. അത് തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. പക്ഷേ കുറച്ചുകൂടെ എന്തെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് കുറച്ച് കണക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അതാണ് ഇവിടെ ചെയ്യാനുള്ളത് കേട്ടോ. എന്താ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു ഉപകരണം എടുത്താലും അതിന് ഇതുപോലെ എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. 14 വാട്ട് അല്ലെങ്കിൽ 230 വോൾട്ട് അങ്ങനെയൊക്കെ എഴുതി കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ 20 വാട്ട് 40 വാട്ട് 60 വാട്ട് ഒക്കെ കാണാറുണ്ട്. എന്താണ് പവർ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവർ കളിയാക്കാറൊക്കെ ഉണ്ട് അല്ലേ. ഓൻ ഭയങ്കര പവറാണോ, ഓൻ ഭയങ്കര പവറാണെന്നൊക്കെ പറയുന്നത്. എന്താ ഓന് മറ്റ് ആൾക്കാരെ അപേക്ഷിച്ച് അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഭയങ്കര പവറാന്ന് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ശക്തി കൂടുതലുണ്ടാവും, അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഓന് ഭയങ്കര പവറാന്ന് പറയാം അല്ലെ. പവറേജ് എന്നുള്ള വേർഡൊക്കെ നമ്മൾ പരിചയപ്പെട്ടാണ് അല്ലെ, പല സിനിമകളൊക്കെ ആയിട്ട്. ഓക്കെ, സോ പവർ എന്ന് അത്രേ ഉള്ളൂ. എന്താണ് പവർ എന്ന് വെച്ചാൽ നിങ്ങൾ പറയണം. ഇതാണ് പവർ എന്ന് പറഞ്ഞാൽ പവർ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ ആൻ ഇലക്ട്രിക് അപ്ലയൻസ് പെർ യൂണിറ്റ് ടൈം. ഒരു വൈദ്യുതോപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് എന്ത്, പവർ. സിമ്പിളാണ്, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഒരു ഉപകരണം 1 സെക്കൻഡിൽ എത്ര പ്രവൃത്തി ചെയ്യുന്നു അതിൻ്റെ അളവാണ് പവർ. ഒരു ഉപകരണത്തിന് 1 സെക്കൻഡിൽ നല്ലപോലെ പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞാൽ, നല്ലപോലെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ആൾക്ക് എന്ത് കൂടുതലാണ്, പവർ കൂടുതലാണ് അല്ലെ. ഒരാള് 1 മണിക്കൂർ കൊണ്ട് മണൽ കോരിടുന്നു, അടുത്ത ആള് 10 മണിക്കൂർ കൊണ്ടാണ് മണൽ കോരിടുന്നത്. ഏറ്റവും കുറവ് സമയം കൊണ്ട് ആരാണ് കൂടുതൽ പ്രവൃത്തി ചെയ്തത് അയാൾക്കാണ് എന്ത് കൂടുതൽ, പവർ കൂടുതൽ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് മണൽ കോരിട്ട ആൾക്കാണ് എന്ത് കൂടുതൽ, പവർ കൂടുതലായിരിക്കുക മറ്റാളെ അപേക്ഷിച്ചിട്ട് അല്ലെ. അത്ര തന്നെയുള്ള പവർ എന്ന് പറഞ്ഞാൽ പവർ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് അപ്ലയൻസ് പെർ യൂണിറ്റ് ടൈം. ഒരു വൈദ്യുതോപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് എന്ത്, പവർ. The work done by an electric appliance is the conversion of electric energy into another form of energy. കാരണം എന്താ, പെട്ടെന്ന് എനർജി കൺവേർഷൻ നടക്കുമ്പോഴല്ലേ വർക്ക് ചെയ്യാൻ പറ്റുക അല്ലെ. വൈദ്യോർജ്ജത്തെ ഒരു വൈദ്യോപകരണം മറ്റൊരു ഊർജ്ജ രൂപത്തിലേക്ക് മാറ്റുന്നതാണ് ആ ഉപകരണത്തിൽ ചെയ്യുന്ന പ്രവൃത്തി അല്ലടാ അല്ലെ. ഇപ്പൊ ഒരു ബൾബ് എന്ന് പറയുമ്പോൾ ബൾബിന്റെ പ്രവൃത്തി എന്താ, ബൾബിലേക്ക് കൊടുക്കുന്ന വൈദ്യോർജ്ജം ബൾബ് പ്രകാശോർജ്ജമാക്കി മാറ്റുക, അതാണ് ബൾബിന്റെ പ്രവൃത്തി. അത് എത്ര പെട്ടെന്ന് ചെയ്യുന്നോ അതായിരിക്കും അതിന്റെ പവർ. വളരെ വേഗത്തിൽ ചെയ്താൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ വൈദ്യോർജ്ജം പ്രകാശോർജ്ജമായി മാറും, നല്ല പുറത്തേക്ക് വിളിച്ചു വരും, അപ്പൊ അയാൾക്ക് പവർ കൂടുതലാണ് അല്ലെ. സോ അതിനൊരു കോംപ്ലിക്കേഷനും ഇല്ല, സിമ്പിൾ ആണ്. ഒരു ഉപകരണം ഏറ്റവും കുറവ് സമയത്ത് കൂടുതൽ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പവർ കൂടുതൽ. ഒരു ഉപകരണം ഒരു പ്രവൃത്തി കൂടുതൽ സമയമെടുത്ത് കൂടുതൽ നേരം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്തായിരിക്കും, പവർ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പഠിക്കുന്നത്, വൈദ്യോർജ്ജത്തിന്റെ താപഫലത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ആ സമയം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, വൈദ്യോർജ്ജത്തെ ഒരു ഉപകരണം എത്രയും പെട്ടെന്നാണോ താപോർജ്ജമാക്കി മാറ്റുന്നത് അതായിരിക്കും അത്തരം വൈദ്യുതാപന മുമ്പിൽ നടക്കുന്ന പ്രവൃത്തി അല്ലെ. ഇപ്പൊ നമ്മള് ഒരു ഇസ്തിരിപ്പെട്ടി നോക്കി, ഒരു ഇസ്തിരിപ്പെട്ടി നമ്മൾ എടുത്ത് പ്ലഗുമായി ബന്ധപ്പെട്ട് ഒരു സ്വിച്ച് ബോർഡിൽ ഘടിപ്പിക്കുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു. അതിലേക്ക് എന്ത് വരും, കറണ്ട് കയറി വന്നിട്ട് എന്ത് ചെയ്യും, ഇത് ചൂടാവും. ഇത് കറണ്ട് കയറി പോയിട്ട് ഈ വൈദ്യോർജ്ജം ഈ ഇസ്തിരിപ്പെട്ടിലാക്കി മാറ്റും, താപോർജ്ജമാക്കി മാറ്റും. അതല്ല ഇവിടുത്തെ പ്രവൃത്തി അല്ലെ. എത്രത്തോളം ഇസ്തിരിപ്പെട്ടി പ്രവൃത്തി ചെയ്യുന്നോ അത്രത്തോളം പുറത്തേക്ക് എന്ത് ചെയ്യും, താപോർജ്ജം ഉണ്ടാവും. ശരിയല്ലേ. അതായത് ഇസ്തിരിപ്പെട്ടി ചെയ്യുന്ന പ്രവൃത്തിയും പുറത്തേക്ക് പോകുന്ന താപവും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആണോ മക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആയിരിക്കില്ലേ. ഒരു ഇസ്തിരിപ്പെട്ടി എന്ന് പറയുമ്പോൾ എന്താ, വൈദ്യോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ്. ഈ വൈദ്യോർജ്ജം വരുമ്പോൾ അതിനെ താപോർജ്ജമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇസ്തിരിപ്പെട്ടിയുടെ പ്രവൃത്തി. ആ പ്രവൃത്തി എത്രത്തോളം നടക്കുന്നോ അത്രത്തോളം പുറത്തേക്ക് എന്ത് വരും, ഹീറ്റ് വരും. സോ ഇവിടുത്തെ വർക്കും, ഇസ്തിരിപ്പെട്ടി ചെയ്യുന്ന വർക്കും പുറത്തേക്ക് വരുന്ന ഹീറ്റും എന്തായിരിക്കും, ഏറെക്കുറെ ഈക്വൽ ആയിരിക്കില്ലേ, സെയിം ആയിരിക്കില്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, പവർ ഈക്വൽസ് വർക്ക് ഡൺ ബൈ ടൈം. വർക്ക് ഡൺ ബൈ ടൈം, അതാണ് എന്ത്, പവറിന്റെ ഇക്വേഷൻ. മലയാളത്തിൽ എന്ന് പറയുമ്പോൾ പ്രവൃത്തി ബൈ സമയം. പ്രവൃത്തി ബൈ സമയം നമ്മളിങ്ങനെ സിമ്പിളായി കാണിക്കുന്നതിന് P = W/T. നമ്മൾ പറഞ്ഞു ഒരു വൈദ്യുത താപന ഉപകരണം, നമ്മൾ ഇസ്തിരിപ്പെടുന്ന വൈദ്യുതാപന ഉപകരണം എന്തായിരുന്നു വൈദ്യുതാപന ഉപകരണം എന്ന് പറഞ്ഞാൽ, വൈദ്യോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ വൈദ്യുതിയുടെ വൈദ്യോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ വൈദ്യുതിയുടെ താപഫലത്താൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെ വിളിക്കുന്ന പറയുന്നത് വൈദ്യുത താപന ഉപകരണങ്ങൾ. അപ്പൊ ഇസ്തിരിപ്പെട്ടി എന്താണ്, ഒരു വൈദ്യുതാപന ഉപകരണമാണ്. ഇസ്തിരിപ്പെട്ടിയിലേക്ക് വൈദ്യോർജ്ജം കൊടുക്കുമ്പോൾ താപോർജ്ജം വിടുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവൃത്തി. ആ പ്രവൃത്തി എത്ര നടക്കുന്നു അത്രത്തോളം പുറത്തേക്ക് എന്ത് ചെയ്യും, താപം വിട്ടുകൊണ്ടേയിരിക്കും. സോ ഇവിടുത്തെ പ്രവൃത്തിയും
ആയിരിക്കും, അവിടുത്തെ താപവും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, P ഈക്വൽ ടു W ഈക്വൽ ടു H എന്ന് പറയുന്നു. W വർക്ക്, H ഹീറ്റ്, അവിടുത്തെ പ്രവൃത്തിക്ക് തുല്യമായിരിക്കും താപം, ഹീറ്റ്. സോ W ഭാഗത്തേക്ക് നമ്മൾ ആരെ റീപ്ലേസ് ചെയ്യുന്നു, H റീപ്ലേസ് ചെയ്യുന്നു, H/T എന്ന് എഴുതുന്നു. അവിടുത്തെ വർക്കിന് ഈക്വൽ ആയിരിക്കും ഉണ്ടാകുന്ന താപം. അങ്ങനെയാണെങ്കിൽ നമ്മൾ H മൊത്തം 3 ഇക്വേഷൻസ് പഠിച്ചിട്ടില്ലേ? H ഈക്വൽ ടു I² RT, H ഈക്വൽ ടു V²/RT, H ഈക്വൽ ടു VIT. ഇല്ലേ മക്കളെ? ഞാൻ ഈ 3 ഇക്വേഷൻസും ഈ എച്ചിന്റെ ഭാഗത്തേക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് H ഈക്വൽ ടു P ഈക്വൽ ടു H/T അല്ലെ? ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഇപ്പോൾ ആ ഭാഗത്തേക്ക് ആദ്യം നമ്മൾ H കൊടുക്കുന്നു, H ഈക്വൽ ടു I² RT കൊടുക്കുന്നു. P ഈക്വൽ ടു ഈ എച്ചിന്റെ ഭാഗത്തേക്ക് ആര് കൊടുക്കുന്നു, ഈ എച്ചിന് ഒരാൾ കൊടുക്കുന്നു, ഈ എച്ചിന് കൊടുക്കുന്നു, അതായത് ഇതേ കൊടുക്കുന്നു. അപ്പൊ എന്ത് വരും, I² RT/T. മുകളിലും താഴെയും T വന്നില്ലേ? മുകളിലും താഴെ T വന്ന വെട്ടി. അപ്പൊ എന്ത് വരും, P ഈക്വൽ ടു I² R. P കണ്ടെത്താനുള്ള, പവർ കണ്ടെത്താനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ ആണെന്ത്, P ഈക്വൽ ടു I² R. റെഡി? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ഇക്വേഷൻ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, P തന്നെ എടുക്കുന്നു കേട്ടോ. P ഈക്വൽ ടു H/T. ആ H നമ്മൾ അടുത്ത ഇക്വേഷൻ കൊടുക്കുന്നു. H ഈക്വൽ ടു അടുത്ത ഇക്വേഷൻ ഏതാ, V²/RT. അപ്പൊ P യുടെ ഭാഗത്തേക്ക് നമ്മൾ ഈ Hന്റെ ആ ഇക്വേഷൻ കൊടുക്കുന്നു, V²/RT/T. മുകളിലും താഴെയും T വന്നില്ലേ? ദാ ഇവിടെ T ഉണ്ട്, ഇവിടെ T ഉണ്ട്, ഇവിടെ T ഉണ്ട്. 2 T വന്നാൽ വെട്ടി. അപ്പൊ എന്ത് വരും, P ഈക്വൽ ടു V²/R. P കണ്ടെത്താനുള്ള അടുത്ത ഇക്വേഷൻ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത P ഈക്വൽ ടു H/T. അവിടെ അടുത്ത ഇക്വേഷൻ ഏതാ, H ഈക്വൽ ടു VIT. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ P ഈക്വൽ ടു VIT/T. അവ മുകളിലും താഴെ T വന്നില്ലേ? വെട്ടി. എന്ത് വരും, P ഈക്വൽ ടു VI. P കണ്ടെത്താനുള്ള അടുത്ത ഇക്വേഷൻ. അങ്ങനെ നമ്മൾ പറഞ്ഞു P ഈക്വൽ ടു W/T ആണ്. നമുക്ക് എഴുതാം P ഈക്വൽ ടു H/T എന്ന് എഴുതാം. കാരണം എന്താ, ഈ ഒരു വൈദ്യുത താപന ഉപകരണം ചെയ്യുന്ന വർക്ക്, അത് പുറത്തേക്ക് വിടുന്ന ഹീറ്റിന് ഈക്വൽ ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഭാഗത്തേക്ക് ആരെ റീപ്ലേസ് ചെയ്തു, H റീപ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ H കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇവിടുന്ന് കിട്ടിയില്ലേ? എങ്ങനെയാണ് H കണ്ടെത്താനുള്ള ഇക്വേഷൻ? H ഇവിടെ നിർത്തുക, ഹരിക്കണം T യെ സമത്തിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും, സമത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും, അത് ഗുണിക്കണം T ആവും. സോ എന്ത് വരും, അപ്പോ P ഇൻറ്റു T, അതായത് PT ഈക്വൽ ടു H. നമ്മൾ വൃത്തിയിലാണെങ്കിൽ H ഈക്വൽ ടു PT. മക്കളെ, ഞാൻ ഇപ്പൊ എല്ലാ ഇക്വേഷനും എഴുതി കാണിച്ചു. ഇവിടെ നമ്മളിപ്പോ കുറെ ഇക്വേഷൻ പഠിച്ചു. ആദ്യം മുതലുള്ള എല്ലാ ഇക്വേഷനും എഴുതി കാണിച്ചു കേട്ടോ. ഏതൊക്കെയാണത്? ഒന്ന് H ഈക്വൽ ടു I² RT, ഫസ്റ്റ് പഠിച്ചത്. വീണ്ടും H ഈക്വൽ ടു V²/RT. ശേഷം H ഈക്വൽ ടു VIT. പിന്നെ V ഈക്വൽ ടു IR, I ഈക്വൽ ടു V/R, R ഈക്വൽ ടു V/I. നെക്സ്റ്റ് P ഈക്വൽ ടു I² R, P ഈക്വൽ ടു V²/R, P ഈക്വൽ ടു VI. നെക്സ്റ്റ് P ഈക്വൽ ടു W/T, P ഈക്വൽ ടു H/T, H ഈക്വൽ ടു PT. അല്ലടാ, ഇപ്പൊ ഇത്ര ഇക്വേഷൻ ആയില്ലേ? ഇനി നമുക്ക് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. സോ എന്താ പ്രത്യേകത, ഈ H ഈക്വൽ ടു I²RT, H ഈക്വൽ ടു V²/RT, H ഈക്വൽ ടു VIT, ഈ 3 ഇക്വേഷൻസിലെ
ടീകൾ ഒഴിവാക്കിയാൽ അതെന്താണ് ഇക്വേഷൻ ആണ്? പവറിന്റെ ഇക്വേഷൻ ആണ്. നോക്കി H=I²R ഒക്കെ എന്തിന്റെ കുറവുണ്ട്? ടിയുടെ കുറവുണ്ട്. അപ്പൊ ടി ഒഴിവാക്കിയാൽ എന്തായി മാറിയത്? അത് പവറിന്റെ ഇക്വേഷൻ ആയിട്ട് മാറി. ദെൻ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. H=PT അല്ലെങ്കിൽ P=H/T രണ്ടും ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒന്ന് എന്ത് ചെയ്യാം, ഒരു ചെറിയ കണക്ക് ഇവിടെ ചെയ്യാണ്ട് ചെയ്തോക്കാം. നമുക്ക് കുറെ ഡിവൈസ് വന്നിട്ടുണ്ട് അല്ലെ, കുറെ ഡിവൈസുകൾ വന്നിട്ടുണ്ട്. LED ബൾബ് ഉണ്ട്, പ്രൊജക്ടർ ഉണ്ട്, ഫാൻ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. ഇതിനൊക്കെ പവർ കൊടുത്തിട്ട് 9 വോട്ട്, 100 വാട്ട്, 60 വാട്ട്, 40 വാട്ട്. മക്കളൊരു കാര്യം കൂടി ചിന്തിക്കുക, പവറിന്റെ യൂണിറ്റ് എന്താ വെച്ചാൽ വാട്ടാട്ടോ. പവറിന്റെ യൂണിറ്റ് എന്താ? വാട്ട്. ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ കാണിക്കുക വാട്ട്, ക്യാപിറ്റൽ W വെച്ചാണ് സൂചിപ്പിക്കുക. പവറിന്റെ യൂണിറ്റ് ആണെന്ത്? വാട്ട്. മറ്റൊരു യൂണിറ്റ് കൂടി ഉണ്ട്, ജൂൾ പെർ സെക്കൻഡ് എന്ന് കൂടെ പറയും. ജൂൾ പെർ സെക്കൻഡ് കേട്ടോ. രണ്ട് യൂണിറ്റ്, ഒന്ന് വാട്ട് നമ്മൾ ക്യാപിറ്റൽ J വെച്ച് ക്യാപിറ്റൽ W വെച്ച് കാണിക്കും. അടുത്തൊരു യൂണിറ്റ് ആണെന്ത്? ജൂൾ പെർ സെക്കൻഡ്. ഈ ജൂൾ പെർ സെക്കൻഡ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വാട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ജൂൾ പെർ സെക്കൻഡ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുക, ചോദ്യം വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിവിധ ഡിവൈസുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പവർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാ? ഒന്ന് LED ബൾബ് ആണെങ്കിൽ 9 വാട്ട്, പ്രൊജക്ടർ ആണെങ്കിൽ 100 വാട്ട്, ഫാൻ ആണെങ്കിൽ 60 വാട്ട്, ലാപ്ടോപ്പ് ആണെങ്കിൽ 40 വാട്ട്. നമുക്ക് എന്ത് കണ്ടെത്തണം? എനർജി കൺസ്യൂംഡ് ഇൻ 1 സെക്കൻഡ്. എനർജി എന്താ? ഹീറ്റ് എനർജി അല്ലേ. ഹീറ്റ് എനർജി നമുക്ക് H=PT ഇക്വേഷൻ. അപ്പോ H=P×T ആണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, എത്ര സമയം കൊണ്ടാ? 1 സെക്കൻഡ് കേട്ടോ. 1 സെക്കൻഡിലേ കാണുന്നത് കേട്ടോ, 1 സെക്കൻഡിലേ കാണുന്നത്. ഓക്കെ, ചെയ്ത് നോക്കാം. നമുക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്, പവർ 9ഉം സമയം 1, 9 ജൂൾ. നെക്സ്റ്റ് അടുത്തൊരു പവർ എത്രയാ? 100, സമയം എത്രയാ? 1 തന്നെ. അപ്പൊ എത്ര വരും? 100 ജൂള്. അടുത്ത എത്രയാ? പവർ 60, ടൈം എത്ര? 1, അപ്പൊ എത്ര വരും? 60 ജൂള്. അടുത്ത 40 × 1, അപ്പൊ എത്ര വരും? 40 ജൂള്. ഓക്കെ അല്ലേ? സെറ്റ് അല്ല? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഈ ഭാഗത്ത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണത്? While labeling the power of an appliance, the voltage at which it is to be operated is also indicated. In our country, the power obtained while operating at 230 volt is labeled on electric appliances. If the appliances operates above or below 230 volt, the power will vary accordingly. That is, if the voltage increases, the power increases. If the voltage decreases, the power decreases. This may lead to the damage of appliances. എന്താണ് പറയുന്നത്? നോക്കി, കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകണം കേട്ടോ. While labeling the power of an appliance, the voltage at which it is to be operated is also indicated. നമ്മൾ കാണുന്ന എല്ലാ ഉപകരണങ്ങളിലും അല്ലെങ്കിൽ അതിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും? അതിന്റെ പവർ എന്ത് ചെയ്യുന്നുണ്ടാവും? അതിന്റെ ഒപ്പം തന്നെ ആ ഉപകരണം എത്ര വോൾട്ടിലാണ് പ്രവർത്തിക്കേണ്ടത് കൂടെ അതിനൊപ്പം സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്ത്, the power obtained while operating at 230 volt is labeled on electric appliances. നമ്മുടെ നാട്ടില് എല്ലാ ഉപകരണങ്ങളും അത് എത്ര പവർ ആയിക്കോട്ടെ, അതൊക്കെ എത്ര വോൾട്ടിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? 230 വോൾട്ടിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. If the appliance operates above or below 230 volt, നമ്മൾ ആ ഉപകരണം പ്രവർത്തിപ്പിക്കുന്നത് 230 വോൾട്ട് കൂടുതലായാലോ കുറവായാലോ, the power will vary accordingly. ആ ഉപകരണം ചെയ്യുന്ന പവർ അല്ലെ, അതെന്ത് ചെയ്യും? കുറയും കൂടൊക്കെ ചെയ്യും. That is, if the voltage increases, വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പവർ ഈസ് ഓൾസോ ഇൻക്രീസസ്, പവർ കൂടുന്നു. വോൾട്ടേജ് കുറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പവറും ഒപ്പം കുറയുന്നു. ദിസ് മേ ലീഡ് ടു ദി ഡാമേജ് ഓഫ് അപ്ലയൻസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉപകരണങ്ങൾക്ക് എന്ത് ചെയ്യും? അത് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. There are also some appliances that operates for 100 വോൾട്ട്. ചില ഉപകരണങ്ങൾ 400 വോൾട്ടിൽ പ്രവർത്തിക്കുന്നത് ഉണ്ട് എന്ന് കൊണ്ടൊന്ന് മനസ്സിലാക്കി വെക്കട്ടോ. ഒരു ഉപകരണത്തിന്റെ പവർ രേഖപ്പെടുത്തുമ്പോൾ അതോടൊപ്പം അത് പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജും രേഖപ്പെടുത്തിയിരിക്കും. 230 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന പവറാണ് നമ്മുടെ രാജ്യത്ത് വൈദ്യുത ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം 230 വോൾട്ടിനേക്കാൾ ഉയർന്ന വോൾട്ടതയിലോ താഴ്ന്ന വോൾട്ടതയിലോ ഉപകരണം പ്രവർത്തിപ്പിച്ചാൽ പവറിന് വ്യത്യാസം വരും. അതായത് വോൾട്ടേജ് കൂടിയാൽ പവർ കൂടുകയും വോൾട്ടേജ് കുറഞ്ഞാൽ പവർ കുറയുകയും ചെയ്യുമല്ലോ. ഇത് ഉപകരണങ്ങളിൽ കേടുപാടുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. 400 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളും ഉപയോഗത്തിലുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ കുഴൽക്കിണറിന്റെ മോട്ടറൊക്കെ ഓൺ ചെയ്യുന്ന ഭാഗത്ത് ഒരു ബോക്സ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ കുഴൽക്കിണർ വെക്കുന്ന സമയത്ത് ഇലക്ട്രീഷ്യൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ ബോക്സിൽ ഈ ഒരു സൂചി ഇതിനിടയിലൊക്കെ വരുന്ന സമയത്ത് മാത്രമേ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുന്നു പറയും. അതൊക്കെ ഒരു 4 ദിവസം നോക്കും നമ്മൾ, അത് നമ്മൾ ആ ബോക്സ് നോക്കി നോക്കാറില്ല, ഒറ്റയുള്ള സ്വിച്ച്. പറയാൻ കാരണം എന്താ? നമ്മുടെ ആ മോട്ടർ എന്ന് പറയുമ്പോൾ 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന മോട്ടറാണ്.
വോൾട്ടേജിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായിട്ട് ആ സൂചി 230 മുകളിലേക്കോ താഴത്തേക്കോ പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മോട്ടർ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിന് പവറിൽ മാറ്റം വരും. അതുകൊണ്ട് തന്നെ ആ മോട്ടർ കേട് വന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ സൂചി ഇങ്ങനെ കറങ്ങുന്ന സൂചി, ആ സൂചി എന്ത് ചെയ്യണം, ഒരു 230 233 അല്ലെങ്കിൽ ആ റേഞ്ചിലെങ്കിലും അടുത്തെങ്കിലും വരുന്ന സമയത്ത് ഓൺ ചെയ്യാൻ പാടുന്നു പറയാറുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പൊ നോക്കാറില്ല, ഒറ്റ ഇടലിടും. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇടിമിന്നൽ വരുമ്പോൾ വീട്ടിൽ എന്ത് ചെയ്യാറുണ്ട്, ലൈറ്റുകളൊക്കെ അടിച്ചു പോകാറുണ്ട്. കാരണം ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കറണ്ടിന്റെ അളവ് കൂടുകയാണ്, വോൾട്ടേജ് കൂടുകയാണ്. ഇടിമിന്നിട്ട് ആ ഇടിവാൾ തട്ടല്ലേ, അപ്പൊ വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് ചെയ്യും, 230 കൂടുതൽ എന്ത് ചെയ്യും, കറണ്ട് കയറി വരും. ആ ഉപകരണത്തിന് പവർ താങ്ങാൻ പറ്റില്ല, നല്ല പോലെ എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യും, കത്തിപ്പോവും. അതൊക്കെയാണ് സംഭവിക്കുന്നത്. Countries designed electric appliances and power according to their power supply voltage. In all electric appliances, the voltage required for it and its power will marked on it. The indicated power is available from an appliance only when it operates at a specified voltage. അല്ലേ, ശരിയാ. രാജ്യങ്ങൾ അവരുടെ പവർ വിതരണ വോൾട്ടേജിനനുസരിച്ചാണ് വൈദ്യുതോപകരണങ്ങളും അവയുടെ പവറും രൂപകൽപ്പന ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് 230 വോൾട്ടേജ് ആ പവർ തരുന്നത്. അപ്പൊ അത് ആ 230 വോൾട്ട് പറ്റിയ ഉപകരണങ്ങളാണ് എന്ത് ചെയ്യുക, നമ്മളിവിടെ മേക്ക് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. എല്ലാ വൈദ്യുതോപകരണങ്ങളിലും അതിനാവശ്യമായ വോൾട്ടേജും അതിന്റെ പവറും രേഖപ്പെടുത്തിയിരിക്കും. എല്ലാ വൈദ്യുതോപകരണങ്ങളിലും അതിനാവശ്യമായ വോൾട്ടേജും പവറൊക്കെ എന്തുമായി എഴുതിയിട്ടുണ്ടാവും. ഓരോ ഉപകരണത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ ഉപകരണം സൂചിപ്പിക്കുന്ന പവർ ലഭ്യമാവുക. 230 വോൾട്ടേജ് 115 വാട്ട് എന്ന് പറയുമ്പോൾ 230 വോൾട്ട് കിട്ടിയാൽ മാത്രമേ 115 വാട്ട് എന്ത് ചെയ്യുള്ളൂ, അത് പ്രവർത്തിക്കുള്ളൂ, അല്ലെങ്കിൽ അത്ര പ്രവർത്തിക്കില്ല. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഫ് ദ വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ്, ഇമ്പോർട്ടൻറ്റ്, ഇഫ് ദ വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ് അക്കോർഡിംഗ് ടു P equal to V square by R, appliances with higher resistance will have lower power and those with lower resistance will have higher power. While solving numerical problems related to household appliances, it is more desirable to use the formula P equal to V square by R. In some foreign countries, the supply voltage is 110 volt. ഇന്നും ഇമ്പോർട്ടൻ്റ് മക്കളെ, എന്താണ് വോൾട്ടേജ് സ്ഥിരമായിരുന്നാൽ ജൂൾസ് അനുസരിച്ച് P equal to V square by R പ്രകാരം പ്രതിരോധം കൂടുതലായ ഉപകരണങ്ങൾക്ക് പവർ കുറവാകും. കാരണം എന്താ, പ്രതിരോധം കൂടുമ്പോൾ കറണ്ട് കുറയും. അപ്പൊ എന്ത് ചെയ്യും, ആ കറണ്ട് കുറച്ചെത്തുള്ളൂ. അപ്പൊ എന്താ, വർക്ക് ചെയ്യുന്ന അളവും കുറവായിരിക്കും. ഊർജ്ജം കിട്ടുമ്പോഴേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഊർജ്ജം കുറയുമ്പോൾ പ്രവർത്തിയും കുറയും. സോ വോൾട്ടേജ് സ്ഥിരമായിരിക്കുമ്പോൾ P equal to V square by R പ്രകാരം പ്രതിരോധം കൂടുതലായ ഉപകരണങ്ങൾക്ക് പവർ കുറവും, പ്രതിരോധം കുറഞ്ഞ ഉപകരണങ്ങൾക്ക് പവർ കൂടുതലുമായിരിക്കും. ഗാർഹിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നം നിർദ്ധാരണം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ P equal to V square by R എന്ന സമവാക്യം ഉപയോഗിക്കാൻ നല്ലത്. കാരണം എന്താ, വീട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് എപ്പോഴും കോമണാ, എപ്പോഴും സെയിം ആയിരിക്കും അല്ലെ, വോൾട്ടേജ് സ്ഥിരമായിരിക്കും. 230 വോൾട്ടേജ് വീട്ടിലേക്ക് വെച്ചാൽ 230 വോൾട്ടിന്റെ വീട്ടിലേക്ക് വരിക, അതിന് മാറ്റമില്ല. അപ്പോൾ ഗാർഹിക നമ്മുടെ വീട്ടിലെ വസ്തുക്കളുമായി ബന്ധപ്പെട്ടൊക്കെ ഹീറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കണക്കുകളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് P equal to V square by R ചെയ്യുക. കാരണം വീട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് സെയിം ആണ്. ചില വിദേശ രാജ്യങ്ങളിൽ വിതരണ വോൾട്ടേജ് 110 വോൾട്ടും ഉണ്ട്, കുറവാ. 110 വോൾട്ട് ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ട് ഏതാനും ചില ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത് കേട്ടോ. കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഈ ചോദ്യങ്ങൾ കൂടെ എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ചോദ്യം ഒന്ന് വായിച്ചേ, എല്ലാ മക്കളും ചോദ്യം ഒന്ന് വായിച്ചേ. ഓക്കെ, ചോദ്യം വായിച്ചോ. എന്താ ചോദ്യം? At what applied voltage will an electric heating appliance marked 800 watt 240 volt produce a power of 200 watt? ചോദ്യം വായിക്കുന്ന സമയത്ത് എന്താ പദ്ധതി സംഗതി അല്ലേ, എന്തൊക്കെ ഇത് പറയുന്നതൊക്കെ തോന്നാം, സിമ്പിളാ. 800 വാട്ട് 240 വോൾട്ട് എന്നെഴുതിയ ഒരു വൈദ്യുത താപനോപകരണത്തിന്റെ പവർ 200 വാട്ട് ലഭിക്കുന്നതിന് എത്ര വോൾട്ടേജ് പ്രവർത്തിക്കുമ്പോഴാണ്? ഒന്നുമില്ല മക്കളെ, നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ തോന്നാം. ഒന്നുമില്ല, തന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് എഴുതി വെക്കാം. At what applied voltage will an electric heating appliance marked 800 watt? അതിന് എഴുതിയിട്ടുണ്ട് എത്രയാണ് പവർ എന്ന് പറയുന്നത് 800 വാട്ട് ആണെന്ന്. ഈ വാട്ട് ചിഹ്നം കണ്ടാൽ പവറാ, വോൾട്ട് കണ്ടാൽ അത് പൊട്ടൻഷ്യൽ ഡിഫറൻസും ആണ്. അപ്പോൾ P equal to 800 വാട്ട്, ദെൻ V equal to എത്രയാണ് 240 വോൾട്ട്. ഓക്കെ, ഇത് രണ്ടും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട്, അടുത്ത്
അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എ പവർ ഓഫ് 200 വാട്ട്. ഇത്ര വോൾട്ടേജ്, ഇത്ര വാട്ട് എത്ര വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ പവർ ന്യൂ കൊടുക്കുന്നു കേട്ടോ. പുതിയ പവർ ന്യൂ അതെന്താണ് 200 വാട്ട്. മക്കൾ നോക്കിയേ, പിയും വിയും കിട്ടിയ നമുക്ക് ഒരു സാധനം കണ്ടെത്തിക്കൂടെ? നമ്മൾ കുറെ ഇക്വേഷൻസ് കുറച്ച് മുന്നേ പഠിച്ചു അല്ലേ? ഏതൊക്കെ പഠിച്ചു നമ്മൾ? പി ഈക്വൽ ടു I സ്ക്വയർ R, P ഈക്വൽ ടു V സ്ക്വയർ ബൈ R, P ഈക്വൽ ടു വി ഐ. ഇത് നോക്കിയേ, പിയും വിയും ഉള്ള ഇക്വേഷൻ ഏതാ? പിയും വിയും, പി ഉണ്ട് വി ഉണ്ട് അല്ലെ, പി ഉണ്ട് വി ഉണ്ട് ആറും ഉണ്ട്. അപ്പൊ നമുക്ക് പിയും വിയും കിട്ടി നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? ആറ് ഇടത്തിൽ കൂടെ പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന ഇക്വേഷനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് എന്ത് കിട്ടും? ആർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് വിയും പിയും വെച്ച് നമുക്ക് എന്ത് എടുത്താ? ആറ് കണ്ടെത്താൻ പറ്റൂലേ? വി എന്താ? വി എന്ന് പറഞ്ഞാൽ 240 ആണ്. വി സ്ക്വയർ ആയതുകൊണ്ട് 240 സ്ക്വയർ ബൈ പി എത്രയാണ്? 800. 250 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 240 ഇൻറ്റു 240 ബൈ പവർ എത്രയാ? 800. 0 വെട്ടുന്നു, 0 വെട്ടുന്നു. 24 8 3 പ്രാവശ്യം പോകുന്നു. 3 24 എത്രയാണ്? 2 48 24 ഇൻറ്റു 3 3 4 12 2 ശിഷ്ടം 1 3 2 6 1 7 72. നമ്മളിപ്പോൾ എന്താ മക്കളെ ചെയ്തേ? എന്താ ചോദ്യം? ഒരു ഉപകരണത്തുമേ 800 വാട്ട് 240 വോൾട്ട് നേരിയണം. 800 വാട്ട് 250 വോൾട്ട് നേരി വെച്ചിരുന്നു. ആ ഉപകരണം 200 വാട്ട് പ്രവർത്തിക്കണമെങ്കിൽ എത്ര വോൾട്ടേജ് കൊടുക്കണം എന്നാണ്. അത് ചോക്കൂ, 250 വോൾട്ടേജ് കൊടുത്താൽ 800 വാട്ട് വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് 800 വാട്ട് വർക്ക് ചെയ്യണ്ട. അത് 200 വാട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എത്ര വോൾട്ടേജ് കൊടുക്കേണ്ടി വരും? 800 വാട്ട് 250 വേണം. അപ്പൊ 200 വാട്ടിന് 250 വേണ്ടില്ല. 240 കുറവ് വോൾട്ടേജ് മതിയായിരിക്കും. അത് കണ്ടത് നമുക്ക്. പക്ഷേ അതിലേക്ക് നമ്മൾ എത്ര വോൾട്ടേജ് കൊടുത്താലും അത് എത്ര പവറിൽ പ്രവർത്തിച്ചാലും അതിനുള്ള മാറാത്തൊരു സാധനം ഉണ്ടാവും. എന്തായിരിക്കും? റെസിസ്റ്റൻസ്. അതിന് മാറ്റം ഉണ്ടാവില്ല. ആ ഉപകരണത്തിനുള്ള നമ്മൾ വെക്കുന്ന റെസിസ്റ്റൻസിന് അത് മാറില്ലല്ലോ. നമ്മൾ ആരും എടുക്കണമെന്നില്ലല്ലോ. അപ്പൊ അത് എപ്പോഴും എന്തായിരിക്കും? അതിൻ്റെ ഉള്ള അതിന് കോമൺ ആയിരിക്കും. റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ഉണ്ടാക്കിയ സമയത്ത് എത്രയാണോ അത് തന്നെ ആയിരിക്കും അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ കണ്ടെത്തി ഇപ്പോൾ 72 ഓം ആണ്. ഇനി നമുക്ക് കണ്ടെത്താം പുതിയ പവർ എത്ര പറയുന്നത്? പുതിയ പവർ 200 ഓം. പുതിയ പവർ എത്ര? 200 വാട്ട്. അപ്പൊ നമ്മൾ എഴുതുന്നു പി ന്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 200 വാട്ട്. റെസിസ്റ്റൻസ് എത്രയായിരിക്കും എപ്പോഴും മാറാതെ നടക്കുന്നത്? 72 ഓം. നമുക്ക് ഇനി വോൾട്ടേജ് അല്ലേ കണ്ടെത്തേണ്ടത് അല്ലെ? ഇത് 3 വെച്ചുള്ള ഇക്വേഷൻ ഏതാ? പിയും ആറും വിയും വെച്ചിട്ട് പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആറ് അല്ലെ? നമുക്ക് ഇതിൽ എന്ത് കണ്ടെത്തണം? വി സ്ക്വയർ കണ്ടെത്തണം അല്ലെ? വി ആണ് നമുക്ക് ഇതിൽ കണ്ടെത്തേണ്ടത്. വി അല്ലേ കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ വിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ആർ എങ്ങനെയാണ്? ഹരിക്കണം ആറല്ലേ? അത് സമയത്തിനൊപ്പം എന്തായിട്ട് മാറും? ഗുണിക്കണം ആറാവും. അപ്പൊ വി സ്ക്വയർ ഈക്വൽ ടു പി ഇൻറ്റു ആറ്, അഥവാ പി ആർ ഈക്വൽ ടു വി സ്ക്വയർ. ഇനി എന്താണത് ഇവിടെ? നമുക്ക് വി സ്ക്വയർ അല്ല വി ആ വേണ്ടത്. ഈ സ്ക്വയർ സമത്തിനൊപ്പം എന്തായിട്ട് മാറും? സ്ക്വയർ റൂട്ട് ആയിട്ട് മാറും. അപ്പൊ വി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി ആറ്. വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ വി ഈക്വൽ ടു റൂട്ട് ഓഫ് പി ആറ്. സോ വീക്കിൽ ഇക്വേഷൻ റെഡി. കൊടുക്കുക നമുക്ക്. റെഡി സെറ്റ്. അപ്പോ ഇക്വേഷൻ ഏതാ? വി ഈക്വൽ ടു റൂട്ട് ഓഫ് പി ആർ. വി ഈക്വൽ ടു റൂട്ട് ഓഫ് പി എത്രയാണ് വരിക? പീനു എത്രയാണ്? 200. പീനു 200. ആർ എത്രയാണ്? 672. 672. വി ഈക്വൽ ടു 2 × 7 എത്ര വരിക? 144. 2 0 റൂട്ട് ഉണ്ട്. 144 റൂട്ട് എത്രയാ? 12. 2 0 റൂട്ട് 1 വോൾട്ട്. ഇപ്പൊ എന്ത് മനസ്സിലായി? 240 വോൾട്ട് 240 വോൾട്ട് കൊടുത്താൽ 800 വാട്ട് വർക്ക് ചെയ്യുന്ന ഉപകരണം 200 വാട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എത്ര വോൾട്ടേജ് കൊടുത്താൽ മതി? അതിലേക്ക് നമ്മൾ 120 വോൾട്ടേജ് കൊടുത്താൽ മതി. അപ്പൊ അത് 200 വാട്ട് എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ?
അങ്ങനെയാണെങ്കിൽ ബാക്കി ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് റിപ്പീറ്റ് ആയിട്ട് ഭാഗം കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ചെയ്ത ഈക്വേഷൻ എന്ത് ചെയ്യുക, ഒന്നുകൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.